നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ. സുനന്ദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷിന് നല്ല ദേഷ്യമായിരുന്നു. സുധീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് മാറിപ്പോവാണ്. ഈ സമയത്ത് നിധി ചോദിച്ചു, എന്താ സുനന്ദ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. എനിക്ക് സുഭാഷേണ്ണ ഒന്ന് കാണണം. സുഭാഷേണ്ണ എവിടെ ഇല്ല, നീ ഇനി ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ നിധി ഇങ്ങനെ പറയണേ? പിന്നെ നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാലോ. നീ ഇവിടെ വന്നതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത സുഭാഷേണ്ണും സുധീഷും നികേഷും അവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട വന്നില്ലേ? കൃത്യസമയത്ത് അവരെ ഇറക്കിക്കൊണ്ട് വരാൻ തന്നെ ഭാഗ്യമായി. അല്ലായിരുന്നെങ്കിലോ അവർ ജയിലിൽ പോയാലെന്ന് പറഞ്ഞു. ഇനി എന്തിനാ പാവങ്ങളെ ദ്രോഹിക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? സുഭാഷേട്ടൻ എത്ര പാവമാണെന്നറിയാലോ. ഒരു തെറ്റും ചെയ്യാതെ നീ കാരണം സുഭാഷേട്ടനെ പോലീസുകാർ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അപ്പോഴേക്ക് സുനന്ദ കരയുവാണ്. സുനന്ദ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്താ. അറിയാലോ, ഇപ്പം തന്നെ എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. സുഭാഷേട്ടനല്ലാതെ വേറൊരു പുരുഷനും എൻ്റെ മനസ്സിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടാലും എൻ്റെ മനസ്സിൽ സുഭാഷേട്ടൻ മാത്രമായിരിക്കും. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ വിഷമങ്ങൾ എനിക്ക് സുഭാഷേട്ടനോട് പറയണമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതെ, ഒന്നെങ്കിൽ നീ നിൻ്റെ വീട്ടുകാരെ അനുസരിക്കണം, അല്ലെങ്കിൽ സുഭാഷേട്ടനോട് ഇഷ്ടമെങ്കിൽ സുഭാഷേട്ടനെ സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം. അല്ലാതെ രണ്ട് വളത്തിലും കൂടെ കാലി ഔട്ടിയിട്ട് കാര്യമില്ല സുനന്ദയെന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ വീട്ടു തടങ്കലിൽ എന്ന വണ്ണമാണ്. വീട്ടുകാർ പറയുന്നത് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വീട്ടുകാർ പറയുന്ന അനുസരിച്ചോ, നീ അവിടെ നിന്നോ. പക്ഷേ സുഭാഷേട്ടനെ വരുന്ന ശല്യം ചെയ്യാൻ പാടില്ല. വീട്ടുകാർ പറയുന്ന അനുസരിക്കുവാണെങ്കിൽ നീ ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അല്ലെങ്കിൽ നീ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. വീട്ടുകാരെ എതിർക്കണം. സുഭാഷേട്ടനെ ഇഷ്ടമെങ്കിൽ സുഭാഷേട്ടനോടൊപ്പം ഒരു ജീവിതം മോഹിച്ച് നീ ഇങ്ങോട്ടേക്ക് വരണം. ഇത് രണ്ടുമോ നടക്കത്തുള്ളൂ. ഇതൊക്കെ കേട്ടോണ്ട് സുധീഷ് ഓർത്തു, ഇവളാള് കൊള്ളാലോ. താൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവള് പറയുന്നുണ്ട്. ഈ സമയത്ത് സുനന്ദയ്ക്ക് ആകപ്പാടെ വിഷമായിരുന്നു. സുനന്ദ പറഞ്ഞു, എനിക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിധി എന്ന് പറഞ്ഞു. ഒരു തീരുമാനം എടുത്തിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ല ചുമ്മാ ഇവിടെ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ആ പാവത്തിന് ഇനിയും പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ട കാര്യമില്ല. നീ പോവാൻ നോക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് സുനന്ദേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ സമയം സുനന്ദ വിഷമത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോഴ് സുധീഷ് ഓർത്തു, ഓ, ഇവൾക്ക് ഈ കുടുംബത്തോട് ഇത്ര സ്നേഹമുണ്ട്. പക്ഷേങ്കിൽ താനുമായിട്ട് ഡിവോഴ്സ് നടത്താനായിട്ട് പോവാ. എന്താ ഒരു പോംവഴി? എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ ഇവിടെ പിടിച്ചു നിർത്താൻ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുവാണ്? സുധീഷ് പോലീസുകാരനെ കോൺസ്റ്റബിളിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റബിളുമായിട്ട് പരിചയത്തിലായിരുന്നു. അന്ന് അവിടെ താലികെട്ട് നടത്താൻ വേണ്ടിയിട്ട് കൂടെ വന്നൊരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ അയാളെ വിളിച്ചിട്ട് സാറേ എനിക്കൊന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ സുധീഷ് അയാളെ കാണാൻ ചെല്ലുന്നുണ്ട്. കാണാൻ ചെന്നിട്ട് സുധീഷിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? നല്ല രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോണേന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ രണ്ടും തമ്മിൽ സ്നേഹത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം, പുതിയ പ്രശ്നം. എന്താ? അവളുടെ വീട്ടുകാരാണ് കാരണം. വീട്ടുകാരെന്താ? അവളുടെ വീട്ടുകാർ ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവോഴ്സ് നടത്താൻ വേണ്ടി ഇരിക്കുക. അങ്ങനെയല്ലേ സുധീഷിന് പറയാൻ പറ്റുള്ളൂ. ഡിവോഴ്സ് നടത്താനോ? അതേന്നേ, വക്കീലിനെയൊക്കെ പോയി കണ്ടിരിക്കുമോ അവര്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് നടത്തണം. അതിനിപ്പം നിന്റെ ഭാര്യ സമ്മതിക്കുമോ? നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ? അതൊക്കെ ശരി തന്നെ. അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുക. അവളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവൾക്കൊരു ജോലി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ കൊടുക്കണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ച് അങ്ങോട്ട് ചെല്ലാനാ പറയണേ. എനിക്ക് തോന്നുന്നു അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർ കൂട്ടിക്കൊണ്ട് പോകുന്ന തോന്നുന്നുണ്ട്. സാറിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? സാർ എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് മുടക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. സാർ എങ്ങനെയല്ലോ എന്തെങ്കിലും ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ട് ഒരു അനുജനായിട്ട് കണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക. സാർ ഒന്ന് വിളിച്ചു പറ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം ആയതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എടോ, താൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. ആ പെൺകുട്ടിക്ക് നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളതാണ്. അപ്പം അതിന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ കള്ളത്തരൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് നേരെ ആയിരിക്കും കേസ് വരുന്നതെന്ന് പറഞ്ഞു. സാറേ, എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. ഞാനൊരു പാവമല്ലേ? എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക. എനിക്ക് അവളെ വേണം. കാരണം അവളെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇനി വീട്ടുകാരെ കൊണ്ടായാലോ, ചിലപ്പോൾ അവളുടെ മനസ്സ് മാറിപ്പോയാലോ എനിക്ക് അവളെ നഷ്ടമാവില്ല എന്നൊക്കെ പോലീസുകാരനോട് പറഞ്ഞു. പിന്നീട് പോലീസുകാരൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് നിധി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സാന്ദ്രയുടെ ഫോൺ വരുന്നത്. സാന്ദ്ര വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ?
ഒന്നും സെറ്റായില്ല, ആധാർ വേണമെന്നാ പറയണേ. അപ്പം ആധാർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാന്ദ്രേച്ചി. ഒരു കാര്യം ചെയ്യുക, എൻ്റെ ആധാർ എങ്ങനെയെങ്കിലും ഇത് എടുത്തു തരാൻ പറ്റുമോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആധാറിൻ്റെ നമ്പർ ഒന്ന് കിട്ടിയാൽ മതി, അത് വെച്ച് ഞാൻ പുതിയ ആധാർ കാർഡ് എടുത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സാന്ദ്ര പറഞ്ഞു, അതെ, ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാനത് എങ്ങനെയും എടുത്തുതരാം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഡിവോഴ്സ് വാങ്ങാൻ നോക്കാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നിധി പറഞ്ഞു ശരിയെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഒരു സമാധാനമായി. പിന്നീട് നിധി ഇങ്ങനെ നെറ്റ് സെർച്ച് ചെയ്യുവാണ്. ഈ രജിസ്റ്റർ മാരേജ് നടത്തണമെങ്കിൽ ആധാർ വേണം, പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് തൻ്റെ വിവാഹം നടന്നിരിക്കുന്നത്. എങ്ങനെ? നിധിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നിധി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, എന്താ നിധി ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല എന്ന് പറയണ. പിന്നീട് നിധി ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. ഫസ്റ്റ് സുഭാഷിനോടാ ചോദിക്കുന്നത്. സുഭാഷിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പാവം സുഭാഷ് പറഞ്ഞു, അത് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, എന്തൊക്കെ വേണമെന്ന്. അല്ല, നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തല്ലേ, അപ്പം നിനക്കറിയാൻ മേലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ നടന്നെന്ന് എനിക്കറിയില്ലാത്ത. നിധിക്ക് ആകപ്പാടെ കൺഫ്യൂഷനായിരുന്നു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുധീഷ് വരുമ്പോൾ ചോദിക്കാനൊക്കെ പറയാണ്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നേ. ഭാസ്കരന് 1-2 കവർ കൊണ്ടേ സുഭാഷിൻ്റെ കയ്യിലേക്ക് എടുത്തു. ഇന്നാ പിടിക്കാൻ പറയണേ. ഇതെന്താച്ചാ? 1/2 കിലോ സ്വർണം. തുറന്നു നോക്കടാന്ന് പറഞ്ഞു. തുറന്നു പോയി കഴിഞ്ഞപ്പോൾ പൊറോട്ടയും ചിക്കനും ഒക്കെയാണ്. ആ സമയത്ത് ഭാസ്കരൻ എന്ത് ചെയ്തു? ഭാസ്കരൻ സ്വന്തമായിട്ട് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയൊക്കെ എടുത്ത് അങ്ങനെ ചിക്കനൊക്കെ വെച്ച് കഴിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം പൊറോട്ടയൊക്കെ പിച്ചി പറിച്ചിടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പിന്നീട് സുഭാഷ് എന്ത് ചെയ്തു? അങ്ങനെ ആ ചിക്കൻ്റെ കവർ തുറന്നിട്ട് നികേഷിനോട് പറഞ്ഞു, എടുത്തോളാൻ പറയണം. എനിക്ക് വേണ്ട, അച്ഛൻ സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്നായിരിക്കും, എനിക്ക് അവിടുത്തെ ആഹാരം ഇഷ്ടമില്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. സുധീഷിനോട് പറഞ്ഞപ്പോൾ സുധീഷ് എടുത്തു. നിധിയോട് പറയണം. നിധി പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷിനോട് ചോദിച്ചു. ഹരീഷും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കൊരു പീസ് എങ്ങാനും മതിയെന്ന് പറഞ്ഞു. ആ സമയം ഭാസ്കരൻ പറഞ്ഞു, അതെ, വേണ്ടതൊക്കെ എടുക്കുക, വേണ്ടാത്തൊക്കെ ഇങ്ങോട്ട് അന്നേരം ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ അത് മേടിച്ചും കൂടെ കഴിക്കാൻ തുടങ്ങി. ആ കാഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. പാത്രമായിട്ട് എഴുന്നേറ്റ് പോകണം. നിധിക്ക് പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ പോലും തോന്നിയില്ല. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് ഇങ്ങനെ ഭാസ്കരനെ നോക്കി. സുഭാഷിന് മനസ്സിലായി നിധിക്ക് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് കഴിക്കാനായിട്ട്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് പോയെന്നുള്ള കാര്യം. പിന്നീട് പിറ്റേ ദിവസമായി. രാവിലെ നിധി എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ്. നോക്കി കഴിഞ്ഞപ്പോൾ ഹാളിൽ ഒന്നിനും കാണുന്നില്ല. എല്ലാം എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മത്തി അടക്കിയതുപോലെ എല്ലാം അവിടെ ഹാളിൽ കിടക്കണം. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, എല്ലാവരും എന്തിയെന്ന് ചോദിച്ചു. അതൊക്കെ നേരത്തെ എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അവർക്ക് ആ കൃത്യസമയത്തിന് അവരെഴുന്നേക്കും. 7 മണിക്ക് മുമ്പ് തന്നെ അവരെഴുന്നേക്കും. 7 മണി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോൾ ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഹരീഷ് കുളിയെല്ലാം കഴിഞ്ഞു വന്നു. പിന്നീട് ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഒരു നിമിഷം അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിക്കുകയാണ്. അതിനുശേഷം ഒരു ഭക്തിഗാനം കൂടെ വെക്കുക. നിധിയെ കണ്ടപ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ തോന്നി. നിധി പറഞ്ഞു, നല്ല കാര്യമോ ഹരീഷെ, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. നിധി അതൊക്കെ ചെയ്യുന്ന കണ്ടു. അതുകൊണ്ട് ഹരീഷ് രാവിലെ തന്നെ കുളിച്ചുകൊണ്ട് വന്നിട്ട് ഹരീഷ് അതൊക്കെ ചെയ്യുകയാണ്. അപ്പോഴേക്കും ചായയെ കൊണ്ടുവന്ന് സുഭാഷ് കൊടുത്തു. ചായ കുടിച്ചുകൊണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിധി നോക്കിക്കഴിഞ്ഞപ്പം സുധീഷൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നിധി അങ്ങോട്ട് ചെന്നു. മിറ്റുമൊക്കെ അടിച്ചു വരെ നല്ല വൃത്തിക്കിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, അല്ലാതെ ആരാ മിറ്റം അടിച്ച് വൃത്തിയാക്കിയത്? ഞാൻ. കൊള്ളാലോ, നല്ല ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് വന്നിട്ട് പറഞ്ഞു, അതെ, ചുമ്മാ കള്ളത്തരം പറയുന്ന സുധീഷ് ഏട്ടൻ, ഇത് ചെയ്ത ഞാനാന്ന് പറയാം. ഓഹോ, ഇതിനകത്തും കള്ളത്തരം പറയുന്നു, വായെടുത്ത നുണയല്ലേ പറയത്തുള്ളൂ സുധീഷ് എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് കുറെ തുണി കഴിയാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സുഭാഷ് വന്നു കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അതെ സുഭാഷ് ഏട്ടാ, എൻ്റെ കുറേ തുണി ആ കല്ലേൽ ഇരിപ്പുണ്ട് കേട്ടോ, അതൊന്ന് കഴുകണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒത്തിരി സമയം സോപ്പിനകത്ത് മുക്കി വെച്ച് കഴുകണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ അത് നിറമൊക്കെ മങ്ങി പോകുന്നതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഇങ്ങനെ നോക്കി. സുഭാഷ് പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം നിധി സുഭാഷിനെ വിളിച്ചു. സുഭാഷ് ഏട്ടാ, 1 മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ? പിന്നീട് സുധീഷിനോട് ചോദിച്ചു, അതെ സുഭാഷ് എന്നോട് ലോണ്ടറി സർവീസ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരുടെയും തുണി കഴുകി കൊടുക്കാനായിട്ട്. അല്ല, അത് പിന്നെ അവനോ ഇടുന്ന ഡ്രസ്സ് അവനോ തന്നെ കഴുകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, ഞാൻ ഇന്ന ഡ്രസ്സ് ഞാൻ തന്നെ വെച്ച് കഴുകണമെന്ന് പറഞ്ഞു. നല്ല കാര്യം.
ആ സമയം സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഇവിടെ സുഭാഷേടൻ തന്നെ നേരത്തെ മുതൽ എല്ലാവരുടെയും തുണിയെ കഴുകുന്നേ, ഇപ്പം അതിനെന്താ ഇത്ര പ്രശ്നം? അതെ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നിനക്ക് നാണമുണ്ട് ഇങ്ങനെ പറയാനായിട്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് സുഭാഷിന് എത്രമാത്രം ജോലിയാ. പണിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോലിയില്ലാതെ ഇവിടെ വെറുതെ ഇരുന്നാലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സുഭാഷേൻ രാവിലെ എഴുന്നേറ്റ് കഞ്ഞി വെക്കണം, കറി വെക്കണം, നേരത്തെ എല്ലാം അടിച്ചു വാരണം, എല്ലാ പണികളും ചെയ്ത് നിങ്ങളുടെ തുണിയും കഴിയിട്ടിട്ടല്ലേ പോകുന്നേ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി, സ്ഥിരം ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് തുണി കഴിയിട്ടോണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്നും മിണ്ടിയില്ല. പിന്നീട് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ തുണി കഴിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ മൊത്തം ചൊറിഞ്ഞുകൊണ്ട് വരുവാണ്. ആ സമയം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, ഇതെന്താ വെച്ചാൽ അച്ഛൻ ഇങ്ങനെ ചൊറിയണേന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അച്ഛനോടും കൂടെ ഒരു കാര്യം പറയാം, അച്ഛനെന്താ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇനി മുതൽ അച്ഛൻ കഴുകിടണമെന്ന് പറയാണ്. ഞാനോ? പിന്നെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെയാ ഇനി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സുഭാഷേൻ്റെ ഇവിടെ കുറേ പണിയുണ്ട്, അവനവൻ്റെ ഡ്രസ്സ് അവനവൻ തന്നെ കഴുകിടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, നീ കാര്യം പറഞ്ഞ ഈ വീട്ടിലത്തെ മരുമോളൊക്കെ തന്നെയാ, പക്ഷേ എങ്കിലേ ഇമാതിരി കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല, അതിനുള്ള വോയിസ് റൈറ്റ്സ് ഒന്നും നിനക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, ദേച്ചാ വെറുതെ പ്രശ്നത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. നീ അവിടെ മിണ്ടാരിയടാ, ഞാൻ അവളോടല്ല സംസാരിക്കുന്നേ. നിധി പറഞ്ഞു, ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അച്ഛാ ദേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. എടാ നീ വേണമെങ്കിലേ നിന്റെ തുണി കഴുകിട്ടോ, പക്ഷെ ഇവിടെ ഞാൻ കഴുകിടാനൊന്നും പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. പെണ്ണ് കെട്ടിക്കഴിഞ്ഞിട്ടേ പെണ്ണും പിള്ളേനെ വേറെ മുറി കൊണ്ടേ കിടത്തിയിട്ട് ചേട്ടൻ്റെ അനുജന്മാരോടൊപ്പം കിടക്കുന്ന നീ എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്, ഒന്നും മിണ്ടാതെ പോടാന്ന് പറഞ്ഞു. സുധീഷിന് കാരണം തടിയേറ്റ പോലെ ആയിപ്പോയി, എന്തേലും പറയാൻ പറ്റുമോ? ഈ സമയത്ത് നിധിക്കും ആകെപ്പെടാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും സുഭാഷ് ഭാസ്കരനെ വിളിച്ചു, അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് നിധിയോട് നികേഷ് പറഞ്ഞു, അതെ ഞാൻ എൻ്റെ തുണിയെ കഴുകിയിട്ടോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ട നീ കഴുകണ്ട, നിന്റെ തുണിയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ കഴുകിയിട്ടോളൂ എന്ന് പറഞ്ഞു. നീ കഴുകണ്ട, നീ ചെറുതല്ലേ എന്ന് പറയണ. വേണ്ട ഞാനത് കഴുകിയിട്ടോളാം ചേച്ചി, എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധി പറഞ്ഞു, അങ്ങനെയാണ് ശരി, നല്ല കാര്യം തന്നെ അത്, സുഭാഷ് ഏട്ടൻ അത്ര ജോലി കുറഞ്ഞിരിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് നിധി അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി മുറിയിലേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഇതാരാ പോലും നിർത്ത് കോൾ എടുത്തു. അപ്പോഴേക്കും നിധിയോട് പറഞ്ഞു, അതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഒന്ന് ഞെട്ടി. പോലീസ് സ്റ്റേഷനെന്നോ? അതെ. അല്ല എങ്ങനെയുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ. അല്ല സുധീഷ് നിങ്ങളെ നല്ലവണ്ണം നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട്, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ല സാറെന്ന് പറയണ. എന്നിട്ടാണോ നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു. ഡിവോഴ്സിനോ? ഒരു നിമിഷം നിധി ഞെട്ടിപ്പോയി. അല്ല അത് പിന്നെ സാറെങ്ങനെ, ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കില്ലേ? അതെ, ഞങ്ങൾക്ക് തലയ്ക്ക് ഓളം ഉണ്ടായിട്ടാണോ ഞങ്ങളത് നിങ്ങളുടെ കല്യാണം നടത്തുന്നത്? എങ്ങനെയെങ്കിലും ഞങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കണം, അച്ഛൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞ ആൾ നിങ്ങളല്ലേ? എന്നിട്ടോ ഞങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങളുടെ കല്യാണം നടത്തി. IG-യുടെ കോള് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ എത്രമാത്രം ചീത്ത കേട്ടെന്നറിയോ? 2 മാസം പോലും ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമല്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സാർ ഞങ്ങളെന്താ കോമാളികളായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഇവിടെ വെച്ച് ഞങ്ങളുടെ കാല് പിടിച്ചാണ് നിങ്ങൾ കല്യാണം നടത്തിയത്. എന്നിട്ട് ഒടുവിലോ ഇപ്പം ഞങ്ങളാണ് ചീത്ത കേൾക്കണ്ടേ? ഇനിയിപ്പോൾ മിക്കവാറും അയച്ച് ഞങ്ങളെ വിളിച്ചിട്ട് ചീത്ത പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അത് കേട്ടപ്പം നിധി ഒരു നിമിഷം അമ്പരന്ന് പോയി. പിന്നീട് പോലീസുകാരൻ പറഞ്ഞു, ഇതും ഇവിടെ കൂടെ നിർത്തിയേക്കണം. ഇനിയിപ്പോൾ ആ വക്കീലിൻ്റെ അടുത്തല്ല വേറെ വക്കീലിൻ്റെ അടുത്ത് പോയി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യം പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര ടെൻഷൻ. നിധി ഓടി സുധീഷിൻ്റെ അടുത്തേക്ക് വന്നു. സുധീഷിൻ്റെ അടുത്ത് സുധീഷെ പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എന്നെയും വിളിച്ചായിരുന്നു, ഞാൻ നിന്നെ ശരിക്കും നോക്കുന്നില്ല, അപ്പം നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുക. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. താൻ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരൻ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ, അത് രക്ഷപ്പെട്ടു. പക്ഷെ നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടത്തില്ലേ, തൻ്റെ ജീവിതം എങ്ങനെയാവും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.